ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് എന്റെ ആങ്ങളെക്കാൾ വലുതായി മറ്റാരും മാറുന്നത് ഇഷ്ടമല്ല. എന്ന് വെച്ച് ഓരോരുത്തരുടെയും കഴിവുകൾ അംഗീകരിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഇവനെടുത്ത് അവനെ അങ്ങ് തലേ കയറ്റി വച്ചിരിക്കോ? ഏട്ടാ ചായ. പ്രതാപേട്ട, ശേഖരട്ടൻ വന്നിട്ടുണ്ട്. ആഹാ, അവനെപ്പോഴാ വന്നേ? കുറച്ചു നേരമായി. എന്നിട്ടെന്താ അവൻ ഇങ്ങോട്ട് വരാത്തെ? കുളിക്കുക, ഇപ്പൊ വരും. അവനെവിടെ ചേച്ചി? ദീപക് അവൻ പുറത്തേക്ക് എങ്ങോട്ടോ പോയി. നമ്മുടെ തറവാടിനും നമുക്കൊക്കെ ഒരു സൽപ്പേരുണ്ട്. പറയുമ്പോ ചേച്ചിക്ക് വിഷമം തോന്നരുത്. ആ സൽപ്പേര് യവൻ കാരണം നശിപ്പിക്കുക. എന്നോടൊരാൾ കംപ്ലൈന്റ് പറഞ്ഞപ്പോ ഞാനങ്ങ് ലജ്ജിച്ചു പോയി. ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട് പലവട്ടം ജയിലിലായ ചില ക്രിമിനൽസുമായിട്ടാ അവന്റെ കമ്പനി പോ. ദൈവത്തെ ഓർത്ത് എന്നെ നാണം കെടുത്തരുതെന്ന് അവനോടൊന്ന് പറഞ്ഞേക്ക്. യാമി, ശേഖരൻ കുളി കഴിഞ്ഞ് വരുമ്പോ ഞാൻ മുറിക്കാത്തുണ്ടെന്ന് പറഞ്ഞേക്ക്. ശരി ഏട്ടാ. മകനെ ഗുണ്ടകളെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന അമ്മയല്ലേ, പിന്നെ എങ്ങനെ മകൻ നന്നാവും? ശേഖരനോ? അകത്തേക്ക് വാ. നീ വന്നു യാമിനി പറഞ്ഞു. എന്തൊക്കെയുണ്ട് തോട്ടത്തിലെ വിശേഷങ്ങൾ? അവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. എല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്നു. പിന്നെ ചേട്ടനറിയാലോ, ഉടമസ്ഥൻ സ്ഥലത്തില്ലെങ്കിൽ എല്ലാം ഒരു കണക്കാ. ആശാനില്ലാത്ത കളരി. എനിക്ക് എല്ലാ ദിവസവും അവിടെ ചെന്ന് നിൽക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരാളില്ലാത്തതിന്റെ കുഴപ്പം എപ്പോഴും അവിടെ ഉണ്ട്. ആ ദീപകിനെ കൊണ്ട് അവിടെ നിർത്തിയാലോ? ഞാനും പല പ്രാവശ്യം ആലോചിച്ചതാ. അത് ചേച്ചിക്കും അവനും താല്പര്യമില്ല. തന്നെയുമല്ല, ഇവനെയൊക്കെ വിശ്വസിച്ച് ഒന്നും ഏൽപ്പിക്കാനും പറ്റില്ല. വലിയ പുലിവാലായിരിക്കും. ഏട്ടനോട് ഇതെങ്ങനെയാ പറയാ? ഒത്തിരി സ്ത്രീകൾ ജോലി ചെയ്യുന്ന സ്ഥലമല്ലേ. നീ പറഞ്ഞത് ശരിയാ. എങ്കി വേണ്ട. പിന്നെ പെണ്ണ് കേസ് പരിഹരിക്കാനേ നേരം ഉണ്ടാവൂ. അതുകൊണ്ട് അതങ്ങ് വിട്ടേക്ക്. അവൻ ഇവിടെ തന്നെ വലിയ തലവേനയാ. അത് ചേച്ചി തന്നെ വളം വെച്ച് കൊടുക്കുന്നതാ. അവൻ കാണിക്കുന്ന ഈ മര്യാദഘടനൊക്കെ ചേച്ചി സപ്പോർട്ടാ. ശേഖര, അതൊക്കെ പറഞ്ഞ് ചേച്ചിയെ നമുക്ക് വിഷമിപ്പിക്കാൻ പറ്റുമോ? ചേച്ചി നമുക്കൊക്കെ വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടതാ. ആ കടപ്പാട് നമ്മൾ കാണിക്കണ്ടേ? നമ്മുടെ ചേച്ചിയല്ലടാ. എന്റെ ഫോൺ. ശേഖര, എന്റെ ഫോൺ കാറിലുണ്ട്. നീ ഒന്ന് എടുത്തു തന്നെ. ശരി ഏട്ടാ. ഇതാരുടെ ലേഡീസ് പേഴ്സ്?
അതെ, ഒന്ന് വേഗം പോണേ. പത്മയെടുത്തി ഈ പേഴ്സ് ഏട്ടന്റെ കല്ലെങ്ങനെ വന്നു? ഇന്ന് എന്തായാലും ചില കാര്യങ്ങൾ ഏട്ടനോട് തുറന്ന് സംസാരിക്കണം. ഏട്ടൻ ചിലപ്പോ ദേഷ്യപ്പെടുമായിരിക്കും. ദേഷ്യപ്പെട്ടാലും പറയാനുള്ളത് പറഞ്ഞേ പറ്റൂ. ഏട്ടാ, ഫോൺ. താങ്ക്സ്. എനിക്ക് ഏട്ടനോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണമെന്നുണ്ട്. ഏട്ടന്റെ മുമ്പിൽ ഞാനൊരു ചെറിയ കുട്ടിയാ. ഏട്ടനെ പോലെ ഒരു വലിയ ആളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാമോ എന്ന് എനിക്കറിയില്ല. അവിവേകമോ അധിക പ്രസംഗമോ ഒക്കെയാണ് ഞാൻ കാട്ടുന്നതെങ്കിൽ ഏട്ടൻ എന്നോട് ക്ഷമിക്കണം. എന്താടാ, എന്താ ശേഖര ഇങ്ങനെയൊക്കെ? നീ എനിക്ക് എന്റെ കൊച്ചനുജനല്ലേ? നിനക്ക് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാ അതങ്ങ് ചോദിക്കുക. എനിക്ക് നിന്നോട് പിണക്കം ഒന്നും ഉണ്ടാവില്ല. എന്താടാ മടിക്കുന്നത്? നിനക്ക് എന്നോടുള്ള ബഹുമാനമൊക്കെ മനസ്സിലാവും. അതിലൊക്കെ ഉപരിയായി എനിക്ക് നിന്നോട് സ്നേഹമല്ലേ? എന്തെങ്കിലും കാര്യമില്ലാതെ നീ ഇങ്ങനെ ചോദിക്കാൻ മുതിരില്ല. നീ ധൈര്യപൂർവ്വം ചോദിച്ചോ. എക്കാലവും ഏട്ടനിങ്ങനെ ഒറ്റയ്ക്ക് കഴിയാനാണോ ആഗ്രഹിക്കുന്നത്? അകലെ